بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال حدثنا يحيى بن بكير قال حدثنا الليث عن عقيل عن ابن شهاب عن عروة بن الزبير عن عائشة أم المؤمنين رضي الله عنها وعنهم أنها قالت أول ما بدأ به رسول الله صلى الله عليه وسلم الرؤيا الصالحة في النوم فكان لا يرى رؤيا إلا جاءت مثل فلق الصبح ثم حبب إليه الخلاء فكان يخلو بغار هراء فيتحنث فيه وهو التعبد الليالي ذوات العدد قبل أن ينزع إلى أهله ويتزود لذلك ثم يرجع إلى خديجة فيتزود لمثلها حتى جاءه الحق وهو في غار هراء فجاءه الملك فقال اقرأ قال ما أنا بقارئ قال فأخذني فغطني حتى بلغ مني الجهد ثم أرسلني فقال اقرأ قلت ما أنا بقارئ فأخذني فغطني الثانية حتى بلغ مني الجهد ثم أرسلني فقال اقرأ فقلت ما أنا بقارئ فأخذني فغطني الثالثة ثم أرسلني فقال اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم ബഹുമാനപ്പെട്ട വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ഈ ക്ലാസ്സിലെ ബുഖാരിയുടെ ക്ലാസ്സിൻ്റെ 37ാമത്തെ ക്ലാസ്സാണിത്. ഒന്നാം ബാബിലെ 3ാമത്തെ ഹദീസുമാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹി എത്തുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വിശുദ്ധിയും ഒന്നാമത്തെ ഹദീസിൽ കൂടെ ഇമാം ബുഖാരി സൂചിപ്പിച്ചു. രണ്ടാമത്തെ ഹദീസ് മലക്ക് വഹിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വരുന്ന രീതി, കോലം, എങ്ങനെയാണ് വഹി വരുന്നത് എന്ന് വളരെ സ്പഷ്ടമായി വിശദീകരിച്ചതിൻ്റെ ശേഷം നബി തങ്ങളിലേക്ക് ആദ്യമായി വഹി വരുന്ന ആ ഘട്ടം, ആ രീതിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ദീർഘമായ ഹദീസായത് കൊണ്ട് തന്നെ പൂർണ്ണമായി ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചു, കുറച്ച് ഓതി, ഹദീസ് വായിച്ചു, അതിൻ്റെ അർത്ഥം വെച്ച് അങ്ങനെ പോവാം. വിശദീകരണം അവസാനമാക്കാം. ഹദ്ദസന, ഇമാം ബുഖാരി പറയാണ്, ഹദ്ദസന യഹ്യ ഇബ്നു ബുക്കൈർ,
യഹ്യ ബിൻ ബുക്കൈർ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നിരിക്കുന്നു. യഹ്യ ബിൻ ബുക്കൈർ എന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ കാര്യമായ ഉസ്താദന്മാരിൽപ്പെട്ട ഒരു ഉസ്താദാണ് യഹ്യ ബിൻ ബുക്കൈർ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ അവരുടെ പിതാവ് യഹ്യ ബിൻ അബ്ദുല്ലാഹി ബിൻ ബുക്കൈർ എന്നാണ്. അപ്പോൾ യഹ്യ എന്നവരുടെ പിതാവ് അബ്ദുള്ള എന്നവരാണ്. അത് അബ്ദുള്ളനേക്കാളും മഷ്ഹൂറായ ആള് ബുക്കൈർ എന്നവരായതുകൊണ്ട് അങ്ങോട്ട് ചേർത്തി പറഞ്ഞവരാണ്. അവർ ഖുറൈശിയാണ്, മഖ്സൂമിയാണ്, മിസ്രിയാണ്. മഹാനവർകൾ ജനിക്കുന്നത് 155 അല്ലെങ്കിൽ 154. അവിടെ വഫാത്ത് സംഭവിക്കുന്നത് ഹിജ്റ 231 മിസ്റിലുള്ള ഹാഫിദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവരാണ് ബഹുമാനപ്പെട്ട ലൈസ് ബിൻ സഅദ്. അതാണ് റാവി ഇബ്നു ബുക്കൈറിൻ്റെ, യഹ്യ ബിൻ ബുക്കൈറിൻ്റെ റാവി അവരാണ്. ആ ലൈസ് ബിൻ സഅദ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രമുഖരായ പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും വലിയവർ. അവരുടെ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും അറിയപ്പെട്ടവരും ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സമർത്ഥമുള്ളവരുമാണ്. ഇമാം ബുഖാരി ഇവരെ തൊട്ട് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യഹ്യ എന്നവരെ തൊട്ട്. ഈ യഹ്യയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅത്ത റിവായത്ത് ചെയ്യുന്ന റാവി. മുഅത്തയുടെ റാവിയാണ് യഹ്യ എന്നവർ. യഹ്യ ബിൻ ബുക്കൈർ എന്നവർ പറയാണ് ഹദ്ദസനൽ ലൈസു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. അവരും ലൈസ് എന്നവർ മിസ്രിയാണ്. അവരുടെ പേര് ആലിമു അഹ്ലി മിസ്ർ എന്നാണ് അവരെ സംബന്ധിച്ച് പറയൽ തന്നെയാണ്. മിൻ താബിഈൻ, താബിഈങ്ങളിൽ നിന്ന് മിസ്റുകാരുടെ ആലിം, മഹാനായ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത്, ലൈസ് ബിൻ സഅദ് ഷാഫി ഇമാമിൻ്റെ ഉസ്താദും കൂടിയാണ്. ആ ഷാഫി ഇമാം പറഞ്ഞത് മാലിക് ഇമാമിനേക്കാളും അല്പം മുമ്പിലാണ് ലൈസ് ബിൻ സഅദ്. പക്ഷേ മാലിക് ഇമാമിൻ്റെ ശിഷ്യന്മാർ മാലിക് ഇമാമിൻ്റെ മദ്ഹബിനെ ക്രോഡീകരിച്ചു, അത് റിവായത്ത് ചെയ്തു, അത് വളരെ പ്രചരിപ്പിച്ചു. അങ്ങനെ മദ്ഹബിൻ്റെ മുഴുവൻ വഴികളും ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചില്ല എന്നതാണ് ഒരു കുഴപ്പമുള്ളത്. ബാക്കി ഇൽമുകൾ നോക്കുമ്പോൾ മാലിക് ഇമാമിനേക്കാളും ഒരിക്കലും അവര് പിന്നിലല്ല. കൽക്കശന്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൈറോയിൽ നിന്ന് 4 ഫർസഖ് ദൂരത്തിൽ. അവിടെയാണ് അവരുടെ ജനനം. 93 ഹിജ്റ അല്ലെങ്കിൽ 94 അവരാണ് അവരുടെ ജനനം. വഫാത്തായത് ഷഅബാൻ 175. അവിടെ ഖബറുള്ളത് കൈറോയിലാണ്, സിയാറത്ത് ചെയ്യപ്പെടുന്നതാണ്. അതിനടുത്ത് വലിയ പള്ളിയെല്ലാമുണ്ട്. അവരൊരു കാര്യമായ ഇമാമാണ് എന്നുള്ളതിൽ ലോകത്ത് അഭിപ്രായമില്ലാത്തവരാണ്. അവർ സ്വയം മദ്ഹബുകാരനായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. മദ്ഹബിലെ ഇമാമായിരുന്നു അവർ. നേരത്തെ ഷാഫി ഇമാം പറഞ്ഞതുപോലെ അവരുടെ മദ്ഹബിനെ അവരുടെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചില്ല, എഴുതി വച്ചില്ല. അതുകൊണ്ട് ഇന്ന് ആ മദ്ഹബ് നിലവിലില്ല. അവർ മാലിക് ഇമാമിനെ സംബന്ധിച്ച്, മാലിക് ഇമാമിൻ്റെ മദ്ഹബിനെ സംബന്ധിച്ച് പഠിച്ചവരാണ്.
അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബുമായി കൂടുതൽ അടുപ്പമുള്ളവരും അതിൻ്റെ തെളിവുകളും അതിൻ്റെ ഓരോരോ വിഷയങ്ങളും പ്രത്യേകം കൈകാര്യം ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനഫികൾ പറയും അവർ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബുകാരനാണ്. ലൈസ് ഇബ്നു സഅദ് എന്ന പേരിൽ ഈ മഹാനല്ലാത്ത വേറൊരു മഹാൻ ശിഹാബു സിത്തയുടെ കിതാബിൽ വാരിദായിട്ടില്ല. ലൈസ് എന്ന പേരിൽ വേറെ കുറേ ആളുകൾ പറയുമുണ്ട്. ലൈസ് ഇബ്നു സഅദ് എന്ന് ശിഹാബു സിത്തയിൽ ഇവർ മാത്രമേ ഉള്ളൂ. അവിടെ വിളിക്കുന്ന പേര് അബുൽ ഹാരിസ് എന്നാണ്. മഹാനായ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അത്യാവശ്യം നല്ല സമ്പന്നനായിരുന്നു. അതോടുകൂടെ വലിയ ധർമ്മിഷ്ഠനും സാഹിദുമായിരുന്നു. അവിടെ ചരിത്രത്തിൽ കാണാം, ഇത്രയും സമ്പത്തുണ്ടായിട്ട് പോലും ഒരു വർഷം പോലും സക്കാത്ത് വജൂബായിട്ടില്ല. കാരണം സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും ഒരു കൊല്ലം സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഫുഖറാ മസാക്കീനിക്ക് ധാരാളമായി സദഖ ചെയ്യും. അങ്ങനെ കൊല്ലം തികഞ്ഞ മുതൽ സക്കാത്ത് വജൂബായ സക്കവിയായ മുതലെടുത്തുണ്ടാവലില്ല. അവരുടെ പന്തലിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാവും, നല്ല ഭക്ഷണം. തണുപ്പ് കാലത്ത് തേന് കൂട്ടിയിട്ടുള്ള പ്രത്യേക നിലക്കുള്ള ഒരു ഭക്ഷണം, ചൂട് കാലത്ത് വേറൊരു സൈസ് ഭക്ഷണം. വളരെ നല്ല ഭക്ഷണമായിരുന്നു അവർ വിതരണം ചെയ്തിരുന്നത്. അവിടെ വരുന്ന മജ്‌ലിസിൽ വരുന്നവർക്ക് മുഴുവനും ഇഷ്ടാനുസരണം ഭക്ഷണം കൊടുക്കൽ പതിവായിരുന്നു. പക്ഷേ മഹാനവർകൾ ഖുബൂസും എന്തെങ്കിലും ഒരു കൂട്ടാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ വലിയ ആഡംബര ഭക്ഷണങ്ങൾ കഴിക്കുന്നവരല്ലായിരുന്നു. സുഭിക്ഷമായ ഭക്ഷണത്തിന് കഴിക്കലില്ല. എന്നാൽ സുഭിക്ഷമായ ഭക്ഷണം ധാരാളം കൊടുക്കുന്നവരാണ് ലൈസ് ഇബ്നു സഅദ്. ആ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ ഉഖൈൽ എന്നവരെ സംബന്ധിച്ചാണ്. ബിളമ്മിൽ ഐനിൽ മുഹ്മല വഫതിൽ ഖാഫി. ഉഖൈൽ ഇബ്നു ഖാലിദ് ഇബ്നു അഖീൽ. വല്യാപ്പാന്റെ പേര് അഖീൽ നബി ഫതിഹിൽ ഐൻ. ഐലക്കാരനാണ്, ഖുറൈശിയാണ്, അമവിയാണ്. ഒക്കെ വലിയ വലിയ തറവാട്ടുകാരാണ് ഇന്നത്തെ സ്ഥാനത്തിലുള്ള ആളുകൾ മുഴുവനും. അവരുടെ വഫാത്ത് 141 അല്ല 140 എന്തായാലും മരണം സംഭവിച്ചത് പെട്ടെന്നുള്ള മരണമായിരുന്നു. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഉഖൈല് എന്ന പേരിൽ അയിന് ലൊമ്മ കൊണ്ട് ഉഖൈൽ എന്ന പേരിൽ ഒരു റാവി ഈ ഉഖൈൽ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഉഖൈൽ ഇബ്നു ഖാലിദ് ഇബ്നു അഖീൽ എന്ന് പറയുന്ന ഇമാം ബുഖാരി ലൈസിൻ്റെ ഉസ്താദായ ഉഖൈൽ മാത്രമേ അയിന് ലൊമ്മ കൊണ്ട് ഉഖൈൽ എന്ന് പറയുള്ളൂ. ബാക്കിയുള്ള റാവികളെല്ലാം അഖീൽ എന്ന പേരിലാണുള്ളത്. ഉഖൈൽ എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ശിഹാബ് എന്ന സുഹ്രി റളിയല്ലാഹു അൻഹു തൊട്ടാണ്. സുഹ്രിൻ്റെ മഹത്വം നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയതിൻ്റെ ശേഷം 7ാമത്തെ ബുഖാരിൻ്റെ ക്ലാസ്സിൽ മുഖദ്ദിമിൽ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. വൽ ഇമാമു അബൂബക്കറിൻ മുഹമ്മദ് ബിനു മുസ്ലിം ബിൻ അബ്ദില്ലാഹി ബിൻ ശിഹാബ് ബിൻ അബ്ദില്ലാഹി ബിൻ ഹാരിസ് ബിൻ സുഹ്റത്ത് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഐ അസ്സുഹ്രി അൽ മദനി. അവരാണ്. അവരുടെ ചരിത്രം വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തൊട്ടാണ്. അവരുടെ ചരിത്രം കഴിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞു. عن أم المؤمنين عائشة عن عائشة أم المؤمنين رضي الله عنها وعنهم. عائشة رضي الله عنها തൊട്ട് أنها قالت
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറുയ സ്വാലിഹ ഫിന്നൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയിൽ നിന്ന് ആദ്യമായി തുടങ്ങപ്പെട്ടത് സ്വാലിഹായ സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ, ഉറക്കത്തിൽ, ഫിന്നൗമി ഉറക്കത്തിൽ. അത് പ്രയോഗമാണ്. റുയ്യ എന്ന് പറഞ്ഞാൽ തന്നെ സ്വപ്നം എന്നാ. ഉറക്കത്തിൽ കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്ന് പ്രയോഗിക്കലുണ്ട്. അവർ പ്രയോഗമാണത്. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യറാ റുയ്യാൻ, ഒരു സ്വപ്നത്തെയും നബി തങ്ങൾ കാണൂല, ഇല്ലാ ജാഅത്ത്, അത് പുലർന്നിട്ടല്ലാതെ, മിസില ഫലഖി സുബ്ഹി, പകൽ വെളിച്ചം പോലെ പുലർന്നിട്ടല്ലാതെ ഉണ്ടാവലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ലഭിക്കുന്നത് നബി തങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടെയാണ്. ആദ്യമായി സ്വപ്നത്തിൽ കൂടെയാണ് വഹി ലഭിക്കുന്നത്. അത് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് തികഞ്ഞപ്പോഴാണ്. നബി തങ്ങൾക്ക് 40 വയസ്സ്. നബി തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12-നായതുകൊണ്ട് തന്നെ അതേ 40-ാമത്തെ വർഷം തികഞ്ഞു 41-ലേക്ക് പ്രവേശിക്കുന്ന ആ റബീഉൽ അവ്വൽ 12, അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചു. ആ ലഭിച്ചത് മുഴുവനും സ്വപ്നത്തിലായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്താ? നബി തങ്ങൾ ഏതൊരു സ്വപ്നം കണ്ടാലും പകൽ വെളിച്ചം പോലെ അത് പുലരും. ഫലക്കു സുബ്ഹ്, സുബ്ഹ് പറഞ്ഞാൽ പ്രഭാതം, പ്രഭാത വെളിച്ചം. നമ്മുടെ ഭാഷയിൽ പ്രഭാത വെളിച്ചം എന്ന് പറയുന്നതിനേക്കാളും പ്രയോഗിക്കുന്നത് പകൽ വെളിച്ചം. അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വെച്ചത്. സുമ്മ ഹുബ്ബിബ ഇലൈഹി, പിന്നെ കുറേ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇഷ്ടം വെക്കപ്പെട്ടു. അൽ ഖലാഖ്, ജനങ്ങളെ തൊട്ടെല്ലാം മാറി നിന്ന് ഒഴിവായി ഇരിക്കലിനെ നബി തങ്ങൾക്ക് ഇഷ്ടമാക്കപ്പെട്ടു. ഫകാന യഖ്ലു ബിഗാരി ഹിറായിൻ, ഗാർ ഹിറാ എന്ന് പറയുന്ന മക്കത്തുള്ള അറിയപ്പെട്ട, അതറിയാത്തവരാരും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഗാർ ഹിറയിൽ, ജബലുന്നൂറിലുള്ള ഗാർ ഹിറ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിഞ്ഞ് സ്വന്തമായി ആരെയും കൂട്ടില്ലാതെ അവിടെ ഖൽവത്തിരിക്കുന്നവരായിരുന്നു. ഫയതഹന്നസു ഫീഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് എല്ലാ കുറ്റങ്ങളും ഉള്ള ആളുകളെ തൊട്ടെല്ലാം ഒഴിഞ്ഞിരിക്കും. അതിന് ഇമാം ബുഖാരി പറയുന്ന അർത്ഥമാണ് ഓഹുവ തഅബ്ബുദു. തഹന്നസു എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം കുറ്റം ഒഴിവാക്കുക, തെറ്റൊഴിവാക്കുക എന്നാണ്. ഇവിടെയുള്ള ഉദ്ദേശം അത്തഅബ്ബുദു, ഇബാദത്ത് എടുക്കലാണ്. നബി തങ്ങൾ സ്വന്തമായി അവിടെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. അല്ലയാലിയ, ഫയതഹന്നസു ഫീഹി അല്ലയാലിയ എന്ന അതിനൊരു മുദ്റജായ പ്രയോഗമാണ് അത്തഹന്നസു അത്തഅബ്ബുദു എന്നുള്ളത്. അത് റാവികളിൽപ്പെട്ട റാവി കൂട്ടി കൊടുത്തതാണ്, ഹദീസിന് തഫ്സീർ കൊടുത്തതാണ്. തഹന്നസുവിൻ്റെ അർത്ഥം വെച്ച് കൊടുത്താണ് തഅബ്ബുദു, ഹുവ തഅബ്ബുദു. ഫയതഹന്നസു ഫീഹി അല്ലയാലിയ ദവാത്തിൽ അദദി, എണ്ണമുടയതായ കുറേ രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇബാദത്തിലായി മുഴുകും. ഹിറാ എന്ന് പറയുന്ന വാക്ക് തൻവീൻ കൊടുത്താണ് പറയേണ്ടത്. അതാണ് സ്വഹീഹ് എന്ന. ഹുവ മസ്റൂഫുൻ അല സ്വഹീഹി. അപ്പോൾ ഗാർ ഹിറാ ബി ഗാരി ഹിറാഇൻ, അത് ഒരു മുൻസരിഫാക്കിയിട്ട്
ജബലിൻ്റെ ഇസ്മാണ് അലമാണെന്നുള്ളതാണ് റാജിഹ്. ഇനി ബുഖഅത്ത് എന്ന് തേവീൽ ചെയ്തിട്ട് ബിവാരി ഹിറാ എന്നും വായിക്കാം എന്നും പറഞ്ഞവരുണ്ട്. അത് മുഅ്തമദിനെതിരാണ്. ഖബ്ല അൻ യൻസിഅ ഇലാ അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ല് പറഞ്ഞാൽ അന്നത്തെ അഹ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ, ആ ഭാര്യയുടെ അടുക്കലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ മുമ്പായും കൊണ്ട് അവിടെ പല രാത്രികൾ എണ്ണമാക്കപ്പെട്ട രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറായിൽ താമസിക്കുന്നവരായിരുന്നു, ഇബാദത്ത് ചെയ്തും കൊണ്ടിരിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാത്രികളിലേക്ക്, ആ ദിവസങ്ങളിലേക്ക് ഭക്ഷണത്തെ തയ്യാറാക്കി കൊണ്ടുപോവുകയും ചെയ്യും. സുമ്മ യർജു ഇലാ ഖദീജത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് തിരിച്ചു വരും. ആദ്യത്തെ രാത്രികളുടെ പോലെയുള്ള രാത്രികൾക്ക് പിന്നീട് ഭക്ഷണം പിന്നെയും തയ്യാറാക്കി കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി മറ്റുള്ള കിതാബുകളെല്ലാം പറയുന്നത് അത് റമളാനിലായിരുന്നു. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന്. അത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ. ആ ശഅബാൻ അവസാനമായപ്പോഴേക്കിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൽവത്തിലിരിക്കണമെന്നുള്ള ആഗ്രഹം വരികയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഗ്രഹം വന്ന ഹുബ്ബിബ, അങ്ങനെയുള്ളൊരു ആഗ്രഹം മനസ്സിൽ അള്ളാഹു തലട്ട് കൊടുത്തു. വഹിയാണ്, നബിയാണ്. നബി തങ്ങൾക്ക് അള്ളാഹു തആലാന്റെ ഓർഡർ പ്രകാരം അതൊരു താല്പര്യമായി വന്നു. നബി തങ്ങൾ ഹിറയിലേക്ക് പോയി. അങ്ങനെ ഈ ദിവസങ്ങളിൽ തന്നെ ഇടയ്ക്ക് തിരിച്ചു വരും. പിന്നീട് ഭക്ഷണമെല്ലാം റെഡിയാക്കി തിരിച്ചങ്ങോട്ട് തന്നെ ഹിറയിലേക്ക് തന്നെ പോകും. അവിടെ സ്വന്തമായി ഖൽവത്തിലിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധൈര്യമാണ് അറിയിക്കുന്നത്. അത് ആ ജബലുൻ നൂറിൻ്റെ മുകളിൽ കൂടെ ആ ഹിറാ ഗുഹയിൽ ഒന്ന് എത്തിപ്പെട്ടു നോക്കണം. എന്നിട്ട് ചിന്തിക്കണം, ഒരു മനുഷ്യൻ ഇന്നും അതിൻ്റെ പരിസരത്തൊന്നുമില്ല. വല്ല ആടുകളൊക്കെ വല്ലപ്പോഴും കാണാം. അതല്ലാത്ത തമീസുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുമില്ലാത്ത ആ മലയുടെ മുകളിൽ രാവും പകലും അവിടെ ഇരിക്കുക. അവിടെ ഇബാദത്തിലായി, ധ്യാനത്തിലായി, ഖൽവത്തിലായി മുഴുകുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ഈ ഒരു അവസ്ഥ തുടർന്നു. ഏതുവരേക്കും തുടർന്നു? ഹത്താ ജാഅഹുൽ ഹഖ്ഖു വഹുവ ഫീ ഗാരി ഹിറായിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറയിലായ കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നബി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഹക്ക് വരുന്നത് വരേക്കും യാഥാർത്ഥ്യമായ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹി. അവിടെ പറയുന്നുണ്ട്, മിൻ മുർസൽ ഉബൈദ് ബിൻ ഉമർ അന്നഹു ഊഹിയ ഇലൈഹി ബിദാലിക ഫിൽ മനാമി അവ്വലൻ ഖബ്ലൽ യഖ്ളതി അംകന അൻ യകൂന മജിഉൽ മലകി ഫിൽ യഖ്ളതി അഖിബ മാ തഖദ്ദമ ഫിൽ മനാം വസുമ്മിയ ഹഖ്ഖൻ ലിഅന്നഹു വഹ്യുൻ മിനല്ലാഹി തആല. ഈ വഹീനെ സംബന്ധിച്ച്, മലക്കിനെ സംബന്ധിച്ചാണ് ഹഖ് എന്ന് പറയുന്നത്. കാരണം അള്ളാഹു അയച്ചതായത് കൊണ്ടാണ്. അവിടെ തന്നെ ഇമാമിങ്ങൾ പറയുന്നു, മലക്കിൻ്റെ നബി തങ്ങളെ മുമ്പിൽ മലക്കായും കൊണ്ടുവരുന്നത്, അതും സ്വപ്നത്തിൽ കൂടെ നബി തങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മലക്ക് വരുന്നത്.
ഹദീസിൽ അങ്ങനെ പ്രത്യേകമായി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവനും സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തതാണ്. മലക്ക് വരുന്നതും നബി തങ്ങളുമായി ശേഷം വരാൻ പോകുന്ന എല്ലാ ചർച്ചകളിലും എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുന്നതും. അങ്ങനെ ഫജാഅഹുൽ മലക്കു ഹത്താ ജാഅഹുൽ ഹഖു, ആ ഹഖ് തന്നെയാണ് ഫജാഅഹുൽ മലക്കു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മലക്ക് വന്നു. ഫഖാല, എന്നിട്ട് മലക്ക് പറഞ്ഞു ഇഖ്റ, ഇഖ്റ എന്ന് പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ അന ബിഖാരിഇൻ. ഇഖ്റയുടെ അർത്ഥം ഓത് എന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമായി ഖദ്ദസല്ലാഹു അസീസ് പറയല് ഖറഅ എന്നുള്ള പ്രയോഗത്തിനേക്ക് നോക്കി ഓതലിലേക്കാണ് ആ പ്രയോഗം പ്രയോഗിക്കുക. അപ്പം മലക്ക് വന്നു, ഖുർആനിൻ്റെ കോപ്പി കാട്ടിക്കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇഖ്റ, നോക്കി വായിക്ക്. നബി തങ്ങൾ പറഞ്ഞു മാ അന ബിഖാരിൻ, ഞാൻ ഓത്തുകാരനല്ല, നോക്കി വായിക്കാൻ അറിയില്ല, ഞാൻ ഉമ്മിയാണ്. ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഫഅഖദനി ഫഖത്തനി ഹത്താ ബലഗ മിന്നി അൽ ജഹ്ദ. ഫഅഖദനി, അപ്പം മലക്ക് എന്നെ പിടിച്ചു. ഫഖത്തനി, എൻ്റെ കൗത്തിൽ പിടിച്ച് നെക്കി, ചങ്കിൽ പിടിച്ച് നെക്കി. ഫഖത്തനി, ശ്വാസം മുട്ടിപ്പിച്ചു, ചങ്കിൽ പിടിച്ച് നെക്കി. ഏതുവരേക്കും ഹത്താ ബലഗ, മലക്കെത്തിക്കുന്നവരേക്കും മിന്നി, എൻ്റെ വക്കൽ നിന്ന് അൽ ജഹ്ദ, ശക്തമായ ബുദ്ധിമുട്ടിനെ, ശക്തമായ വിഷമത്തെ എത്തിക്കുന്നത് വരേക്കും ശ്വാസം മുട്ടിച്ചു എന്നെ. മറ്റൊരു വിഭാഗത്തിലുണ്ട് ശ്വാസം മുട്ടിച്ചു, അവിടെ ഭൂമിയിൽ തള്ളിയിട്ടു, മറിച്ചിട്ടു. സുമ്മർസലനി, പിന്നെ എന്നെ വിട്ടു. എഴുന്നേൽപ്പിച്ചിരുത്തി. ഫഖാല, മലക്ക് പറഞ്ഞു ഇഖ്റ, നോക്കി ഓത്. ഖുൽതു, ഞാൻ പറഞ്ഞു മാ അന ബിഖാരിൻ, ഞാൻ ഓത്തുകാരനല്ല. ഫഅഖദനി, എന്നെ മലക്ക് പിടിച്ചു. ഫഖത്തനി, എൻ്റെ ചങ്കിൽ പിടിച്ച് നെക്കി. അസ്സാനിയത്ത, രണ്ടാമത്തെ പ്രാവശ്യവും. ഹത്താ ബലഗ മിന്നി, മലക്ക് എന്നിൽ നിന്ന് എത്തിക്കുന്നത് വരേക്കും അൽ ജഹ്ദ, വിഷമത്തെ എത്തിക്കുന്നത് വരേക്കും എന്നെ പിടിച്ച് നെക്കി. ബലഗ മിന്നി ഗായതൻ, ഗായത ഉസ്ഇ, എൻ്റെ കഴിവിൻ്റെ അങ്ങേ തല, വിഷമം അതിൻ്റെ അങ്ങേ തലക്ക് എത്തുന്നത് വരേക്കും. ഒരു വഴിയാണ് അർത്ഥം വെക്കുന്നത്, എൻ്റെ പ്രശ്നത്തിൻ്റെ വിഷമത്തിൻ്റെ അങ്ങേ തലെത്തിക്കുന്നത് വരേക്കും എന്നെ പിടിച്ചു നക്കി. സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടു. ഫഖുൽതു, ഫഖാല ഇഖ്റ, ഓത് എന്ന് പറഞ്ഞു. ഫഖഅഖദനി ഫഖുൽതു മാ അന ബിഖാരിൻ, രണ്ടാമത് ഓതാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മാ അന ബിഖാരിൻ. ഫഅഖദനി, എന്നെ പിടിച്ചു. ഫഖത്തനി, എൻ്റെ ചങ്ക് പിടിച്ച് നെക്കി. അസ്സാലിസത, മൂന്നാമത്തെ പ്രാവശ്യം. സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടു. അവിടെ മറ്റൊരു റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ തലയുടെ ബേക്ക് ഭാഗം, പെരടി ഭാഗം പിടിച്ചു. അതോടുകൂടെ ശ്വാസം പിടിച്ചു, വായയും മൂക്കും പൊത്തിപ്പിടിച്ചു എന്നും ചില റിവായത്തുകൾ കാണാം. അങ്ങനെ പിടിച്ച് തള്ളിയിട്ടു. തള്ളിയിട്ടതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ഞ് കീറി ഹൃദയം പുറത്തേക്കെടുത്തു, ശുദ്ധീകരിച്ചിട്ടുണ്ട്.
അതേമാതിരി രണ്ടാമതൊന്നും കൂടി ഹൃദയം നെഞ്ഞ് കീറി ഹൃദയം പുറത്തേക്കെടുത്ത് അതൊന്ന് ക്ലിയറാക്കി, ഒന്ന് ശരിയാക്കി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം നബി തങ്ങളെ വിട്ടു മുറിയെല്ലാം കൂടി. സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് 3 പ്രാവശ്യം ഇതുണ്ടായിട്ടുണ്ട്. നെഞ്ഞിക്കീറൽ 3 പ്രാവശ്യമാണ്. ഒന്ന് ചെറുപ്പത്തിൽ കുട്ടിയായ കാലത്തുള്ള എന്താണ് നബി തങ്ങൾ ഹലീമ ബീവിയുടെ മകൻ അവരോട് കൂടെ കളിക്കുന്ന സമയത്ത്, മൈസറത്തോട് കൂടെ കളിക്കുന്ന കാലത്ത്. പിന്നീട് മറ്റൊന്ന് സംഭവിച്ചത് ഈ വഹി നൽകുന്ന സമയത്ത് ഹിറയിൽ വെച്ച് മറ്റൊരു കീറൽ ഹദീസുള്ള മിഅ്റാജിന്റെ തുടക്കത്തിൽ. ഈ ഘട്ടത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞിൽ കാണാമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ആ കീറിയതിൻ്റെ അടയാളം, മുറിവ് കൂടിയത് കാണാമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും കൂടി പദമാക്കി, പാകമാക്കി. എന്നിട്ട് മലക്ക് പറഞ്ഞു, എന്നെ അയച്ചു വിട്ടു. 3ാമത്തെ പ്രാവശ്യം മർസലനെ ഫഖാല. എന്നിട്ട് മലക്ക് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ആദ്യമായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഇത് ഓതിക്കൊടുത്തു. ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട്, അവിടെ മലക്ക് പെട്ടെന്ന് വരികയും ഓതാൻ വേണ്ടി പറയുകയും പിടിച്ച് ശ്വാസം മുട്ടിച്ച് നിലത്ത് തള്ളിടുകയും ചെയ്തു എന്നതല്ല. അതിൻ്റെ മുമ്പ് സ്വപ്നത്തിൽ കൂടെ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. വ്യക്തമായ ട്രെയിനിങ് നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കലിമത്തുകളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോന്നു. ഫറജഅ ബിഹാ ഐ ബിൽ ആയാതി ഔ ബിൽ ഖിസ്സ. ബിഹാ അതുകൊണ്ട് തിരിച്ചു വന്നു. ഏതുകൊണ്ട്? ഒന്നിരിക്കൽ ഈ ആയത്തുകളെ കൊണ്ട് എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ ഈ സംഭവവുമായി, ഇന്നുവരെ നടന്ന സംഭവം കിസ്സ, ആ കിസ്സയുമായി നബി തങ്ങൾ തിരിച്ചു പോന്നു. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? യർജുഫു ഫുആദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് പടപടക്കുന്നുണ്ട് ആ നിലക്ക്. ബറിവായത്തിൽ യർജുഫു ബവാദിറുഹു എന്നുണ്ട്. നബി തങ്ങളുടെ ചങ്കിലെ നരമ്പുകൾ പടക്കുന്നതായിട്ട്. ഫദഖല അലാ ഖദീജത ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, നിങ്ങൾ എനിക്ക് പുതപ്പിട്ട് മൂടുക, നിങ്ങൾ എനിക്ക് പുതപ്പിട്ട് മൂടുക. ഈ നിങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഖദീജ ബീവിയുണ്ട്, വേറെയും വീട്ടിൽ ആളുകളുണ്ട്, റസൂലുള്ളാഹിന്റെ മക്കളുണ്ട്, പലരുമുണ്ട്. അതാ സമ്മിലൂനി സമ്മിലൂനി, നിങ്ങൾ എനിക്ക് പുതപ്പിട്ട് മൂടുക, പുതപ്പിട്ട് മൂടുക എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഫസമ്മലൂഹു, അങ്ങനെ അവർ നബി തങ്ങളെ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ഹത്താ ദഹബ അൻഹു റൗഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ആ വേജാറ്, പേടി നീങ്ങുന്നത് വരേക്കും. അങ്ങനെ പേടിയെല്ലാം നീങ്ങിയതിൻ്റെ ശേഷം ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി ഖദീജത, ഖദീജ റളിയല്ലാഹു അൻഹയോട്, വഅഖ്ബറഹൽ ഖബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് നടന്ന സംഭവമെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് ഖദീജ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി,
എൻ്റെ ശരീരത്തിൻ്റെ മേലിൽ ഞാൻ ഭയപ്പെട്ടു, എൻ്റെ ശരീരത്തിൻ്റെ മേലിൽ ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു. ലാമ കസമിൻ്റെ ലാമ ജവാബ് കൊടുത്ത ലാമാണ്. അല്ലാഹു തന്നെയാണ് സത്യം, എൻ്റെ നഫ്സിൻ്റെ മേൽ ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു. ഫഖാലത്ത് ഖദീജ, അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറഞ്ഞു, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതക്രിൽ ളൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. ഖദീജ ബീവിയുടെ ബുദ്ധി, ഒരു ഭർത്താവിനെ ഭാര്യ എങ്ങനെയാണോ സമാധാനപ്പെടുത്തേണ്ടത് എന്നും, അതിന് നബി തങ്ങളമാരുടെ ഭർത്താവായെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ പറയാൻ പറ്റുള്ളൂ. എന്താണ് വാക്ക്? കല്ലാ, അങ്ങനെ പറയല്ലേ. ലഖദ് ഖശീതു അലാ നഫ്സി, അങ്ങനെ നിങ്ങൾ പറയല്ലേ, നിങ്ങളെ നഫ്സിൻ്റെ മേൽ നിങ്ങൾ ഭയപ്പെട്ടു. എന്ത് ഭയപ്പാടാണ്? ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എന്താ നിങ്ങൾ പേടിച്ചു എന്ന് പറയല്ലേ? കല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. മാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹു തആല തങ്ങളെ ഒരു കാലത്തും ഖിസിയിൽ ബാക്കിയാക്കൂല, പരാജയം തങ്ങൾക്കുണ്ടാവൂല. മാ യുഖ്സീക അല്ലാഹു അബദാ, തങ്ങൾക്ക് ഒരു കാരണവശാലും ഖിസിയുണ്ടായിത്തീരൂല, പരാജയമുണ്ടാവൂല. ഇന്നക, ഒരു കാരണം, നിങ്ങളാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇന്നക, തീർച്ചയായും തങ്ങൾ, ലതസിലുർ റഹിമ, കുടുംബബന്ധം നിർബന്ധമായും ചേർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, വിഷമങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂമ, ഒന്നുമില്ലാതെ, നേരെ മഴതൂമറ ഇല്ലാതെയാക്കപ്പെട്ട മരിച്ചുപോയോ എന്ന, അതെ, മരിക്കാൻ അടുത്ത ഒന്നുമില്ലാത്തവനിക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് തങ്ങള്. വൈഫ, വിരുന്നുകാരെ സൽക്കരിക്കുന്നവരാണ്. അലാ നവായിബിൽ ഹഖ്, സത്യത്തിൻ്റെ പ്രതിസന്ധികളുടെ മേലിൽ സഹായിക്കുന്നവരുമാണ്. സത്യത്തിൻ്റെ പേരിൽ മുസീബത്തെത്തിപ്പെട്ടവരുടെ മേലിൽ സഹായം നൽകുന്നവരുമാണ് തങ്ങള്. അല്ല, തങ്ങൾ നല്ല സിഫത്താണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഖിസി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ നഫ്സിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ഒരു ഭയപ്പാട് പെടേണ്ട ആവശ്യമില്ല. നല്ല നല്ല കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും നിങ്ങൾ ചെയ്യുന്നവരാണ്. നബി തങ്ങളുടെ പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബബന്ധം ചേർത്തും എന്ത് വിഷമങ്ങൾ ആർക്കുണ്ടോ ആ വിഷമങ്ങളെല്ലാം നബി തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകും. കാരണം അതുപോലെ തഖ്സിമുൽ മഅദൂമായി ഇല്ലാതെയാക്കപ്പെട്ട ആളുകൾക്ക് സമ്പാദിച്ചു കൊടുക്കും. അതായത് ഒന്നുമില്ലാത്ത ഫക്കീറന്മാർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവരാണ് തങ്ങള്. അവരുടെ വിഷമം തീർത്തു കൊടുക്കുന്നവരാണ് തങ്ങള്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ ഒരു ദരിദ്രനായിട്ടല്ല, അത്യാവശ്യം സമ്പത്തുള്ളവരായിട്ടാണ്. 5 ഒട്ടകവും ഏതാനും ആടുകളും 2 അടിമകളെയും നബി തങ്ങൾക്ക് അനന്തരം കിട്ടിയതുണ്ട്. നബി തങ്ങളുടെ പിതാവിൻ്റെ വീടും നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം ഒരു സക്കാത്തു ജൂബാവേണ്ട അവസ്ഥയിലുള്ള ഒരു ചെറിയൊരു മുതലാളിയായിട്ടാണ് റസൂലുള്ളാഹിന്റെ ജനനം തന്നെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയിൽ നിന്ന് ധാരാളം കിട്ടിയിട്ടുണ്ട്. നബി തങ്ങൾ വലിയ കച്ചവടക്കാരനും കച്ചവടത്തിൽ ബർക്കത്തുള്ളവരുമായിരുന്നു. അങ്ങനെ നബി തങ്ങൾക്ക് ധാരാളം ലഭിക്കുകയും ചെറുപ്പത്തിൽ തന്നെ, നബുവത്തിൻ്റെ ശേഷം നബി തങ്ങൾ ഹിജ്റ പോയതിൻ്റെ ശേഷം അന്നുള്ള മുതലാളിമാരെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ മുതലാളി റസൂലുള്ള തന്നെയായിരുന്നു. പക്ഷേ ചർച്ചകൾ പലപ്പോഴായി വരുന്നുണ്ട്. ഈ പറഞ്ഞ സിഫത്തുകൾ മുഴുവനും
നബി തങ്ങൾക്കുള്ള സാമ്പത്തികമായി ശേഷി ഉണ്ടാവുകയും അത് മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം നബി തങ്ങൾക്ക് ചെറുപ്പത്തെ ഉള്ളതാണ്. അതാണ് ഖദീജ ബീബി പറഞ്ഞത്, ഇങ്ങനെ നന്മകൾ ചെയ്യുന്ന, ജനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഒരാൾക്ക് ഒരു നിലക്കും ഖിസി വരൂല, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു.